മകളെ, ജെറുസലേം 3 മിനിറ്റ് പ്രാർത്ഥനാ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായ വിധത്തിൽ ഈശോയുടെ കരങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുന്ന, മഴ പോലെ പെയ്തിറങ്ങുന്ന, കൃപ പെയ്തിറങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ വലിയ ആഴ്ച. ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ആരെയാണ് നാം ഓർക്കുന്നത്? നന്ദി പറയുന്നവരെയല്ലേ നമ്മൾ ഓർക്കുന്നത്. അപകടങ്ങളിലും ആപത്തുകളിലും ആരുടെ സാന്നിധ്യമാണ് നമ്മൾ കൊതിക്കുന്നത്? നന്ദി പ്രകാശിപ്പിക്കുന്നവരുടെയല്ലേ. ഈശോ അപ്പം വർദ്ധിക്കുമ്പോഴും അതുപോലെ തന്നെ ലാസറിൻ്റെ കുഴിമാടത്തിലും ഈശോ എന്താ ചെയ്തത്? കരമുയർത്തി കൃതജ്ഞതാസ്തോത്രം ചെയ്യുകയല്ലേ ചെയ്തത്. ഇന്നിതാ കർത്താവ് ഒരു മനോഹരമായിരിക്കുന്ന വചനം നമുക്ക് തരുന്നുണ്ട്. ഓർക്കണേ, ദാനിയേൽ 3:67. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. ഒരു കാര്യം സത്യമാണ്, നന്ദി പറയുന്ന വ്യക്തികളെയും ഹൃദയങ്ങളെയുമാണ് ദൈവവും മനുഷ്യനും ഒരിക്കലും മറക്കാത്തത്. അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിനോട് നന്ദി പറയുന്നവരുണ്ട്. വലിയ ദുരന്തങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പരാജയങ്ങൾ, വലിയതായിരിക്കുന്ന ബലഹീനതകൾ, ചില ശാരീരിക വൈകല്യങ്ങൾ, ഈ സമയങ്ങളിലൊക്കെ നമുക്ക് നന്ദി പറയുവാൻ സാധിക്കുമോ? സാധിക്കണമെന്നാണ് ആത്മീയപിതാക്കന്മാർ പറയുക. ശാന്തതയോടും സൗമ്യവുമായ സംസാരം അത് നന്ദിയുടെ ഒരു ബാഹ്യപ്രകടനമാണ്. ബഹുമാനത്തോടുള്ള ഇടപഴകൽ അത് നന്ദിയുടെ മറ്റൊരു ഭാഗമാണ്. മനസ്സറിഞ്ഞ് സഹായിക്കുന്നത് നന്ദിയുടെ ബാഹ്യപ്രകടനമാണ്. കൂടെ കൂടെ സ്നേഹാന്വേഷങ്ങൾ ആരായുക അത് നന്ദിയുടെ ഒരു പ്രകടനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്ദി പറയുക എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും കൊതിക്കുന്നൊരു സ്വഭാവമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓരോ ദിവസവും ദൈവം എനിക്ക് ചെയ്തിരിക്കുന്ന നന്മകളെ ഓർത്ത് 10 കാര്യങ്ങൾ ഓർത്ത് ക്രൂശിതൻ്റെ മുമ്പിലോ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലോ കുടുംബത്തിലെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്തിൻ്റെ പ്രീതിപാത്രമായി തീരുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എല്ലാ ദിവസവും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആരോഗ്യം തന്നതിന്, ആയുസ് തന്നതിന്, മക്കളെ തന്നതിന്, ജോലി തന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകട്ടെ. ദ ബെസ്റ്റ് ഗിവിങ് ഈസ് ദ താങ്ക്സ് ഗിവിങ്. ഇതാ കർത്താവ് നിൻ്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ തൻ്റെ ആണിപ്പാടുള്ള കരങ്ങളുമായി നമ്മെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.